അത് ഇഷ്ടപ്പെട്ടു. ശരിക്കും പ്രാവുൺ ഷാപ്പിൻ്റെ നമ്മൾ കുറച്ച് കുറേ വർഷം മുമ്പ് കേട്ടൊരു കഥയാണ് ശ്രീരാജിരിക്കുന്നത്. അപ്പോൾ കഥ കേട്ട് പിന്നെ അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി വന്നു. കാരണം നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ജോണറും അതിൻ്റെ എന്താ പറയുക ആക്ഷേപഹാസ്യവും ഡാർക്ക് ഹ്യൂമറും ഒക്കെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ ആദ്യം കുറച്ച് ആളായി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റൈല് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ പിന്നെ ശ്രീരാജിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു തൂമ്പ എന്ന് പറഞ്ഞാൽ, അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകൊടുത്ത ശ്രീരാജത്തിൽ ഓടി വന്നു പറഞ്ഞു വേഗം വന്നു. പിന്നെ ഒന്നും കൂടി കഥ കേട്ടു. അതിന് ശേഷം ഞാൻ അതിനോട് അമ്പുകാരത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് ഉണ്ട് ശ്രീരാജിനോട് പുതിയൊരു പൈരോന്ന് കേട്ടെന്ന് പറഞ്ഞു. അമ്പുകാർക്ക് ഷോർട്ട് ഫിലിം വായിച്ചു കൂടെ. അപ്പോൾ അതിന് കണ്ടതിന് ശേഷം ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം അമ്പൂറിന് പേര് വരാൻ പറഞ്ഞു ശ്രീരാജിന്. നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത ഒരു പരിപാടിയായിട്ട് തന്നെ പിടിക്കാം. അങ്ങനെയാണ് അതിലോട്ട് ഇതാവുന്നത്. അങ്ങനെ പിന്നെ അത് ഭയങ്കരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളൊരു കാണുമ്പോൾ മനസ്സിലാവും മാനുവൽസ് എന്ന രീതിയിലാണല്ലോ. ചെറിയ ഞൊണ്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലും ലുക്കൊക്കെ ആയിട്ട് തന്നെ കുറച്ചും കൂടി വേറെ പുതുമയുള്ളൊരു പരിപാടിയായിട്ട് കിട്ടും. കഥയും കൂടി പറയണം. 2 ദിവസം കൊണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം വേറൊരു പുതിയ രീതിയിലുള്ളൊരു ജോണറാണ്. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉറപ്പാണ്. അപ്പൊ നമ്മുടെ കഥ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഷാപ്പിലാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ ഷാപ്പിൽ ഒരു പഞ്ഞമില്ല. തീർച്ചയായും നമ്മളെല്ലാവരും ഷാപ്പിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഷാപ്പിൽ പോയിട്ട് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി? അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ചെയ്ത് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഷാപ്പിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം. കൂടുതൽ കൂടുതലായിട്ട് ഭക്ഷണമാണ് കൂടുതൽ കഴിച്ചിട്ടുണ്ട്. ഷാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ബേസിൽ ഭയങ്കര ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു സ്റ്റോറി ആലോചിച്ചിട്ടാണ് ആ ചിരി തിരിച്ചത്. അല്ലാതൊക്കെ ആ മൈക്കൊന്ന് ഓക്കെ. അപ്പോ ബേസിൽ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയിൽ വളരെ ക്രൂക്കറായിട്ടുള്ള ഒരു കള്ള ചെയ്തിട്ട് ഇവിടെ നേരെ വന്ന് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ആ കള്ളന്മാരെ പിടിക്കുന്ന പോലീസാണ്. എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം കൊള്ളാക്കുന്ന ആളായിട്ടാണ് ബേസിൽ ജോസഫ് എന്ന നടൻ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് അല്ലേ? അപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്താണ് എക്സ്പീരിയൻസ്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് ലുലു മാൾ എൻ്റെ ഭാര്യ വീട് കോട്ടയത്താണ്. അപ്പോൾ അതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവുൺ ഷാപ്പ് ഇപ്പോൾ സൗവിക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീരാജ് ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗവികയുടെ അടുത്താണ്. സൗവികയാണ് അൻവർ റഷീദ് നമുക്ക് ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും. അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത്. നമുക്കാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കണ്ടിടത്തോളമൊക്കെ ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. നല്ലൊരു പറ്റം ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദാണ്. അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞമ്മൽ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. തൊട്ടതെല്ലാം കൊണ്ടാക്കിയ ക്യാമറമാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ്. അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്ന ആവേശമാണ്. മറ്റൊരു തൊട്ടതെല്ലാം കൊണ്ടാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം രാജമാണിക്യം, ചോട്ടാ മുംബൈ, ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആവേശം, ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറവാൻ മറന്നായിരുന്നു. എന്താണെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ്. ഇന്ന് അതിൻ്റെ ഓഡിയോ ലോഞ്ചും കൂടാണ് സിനിമയുടെ. നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള, എൻ്റെ സിനിമകളെന്ന് പറയല്ല, കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിൽ ഒന്നാണ് ഈ സിനിമയുടെ ആൽബം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണു വിജയ്
ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ്. എഗെയിൻ തൊട്ടതെല്ലാം ഉണ്ടാക്കിയ മറ്റൊരാൾ.